എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വഴുതനങ്ങയും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വഴുതനങ്ങയാണ് എടുത്തത്. ഇത് കട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതിയാകും. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 3 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കണം. ഇതിപ്പോൾ ഈ മസാലയൊക്കെ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഉടച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് നന്നായിട്ട് വഴുതനങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊരല്പം ഒന്ന് കുറയണം. അപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തൈര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. തൈരിലെ കട്ടകളൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ച ശേഷമാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതിനു മുമ്പ് വഴുതനങ്ങ മെഴുക്കുപുരട്ടിയുടെയും അതുപോലെ വഴുതനങ്ങ മസാലയുടെയും ഒക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്